ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഈ ടാറ്റയും പറഞ്ഞത് പോകുന്നത് കടൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ആദ്യത്തെ ഭാഗം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ബീച്ച് വൈബാണ്. തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വെച്ചിട്ട് ശിവുവാടനുണ്ട്, ഇഷയുണ്ട്, പിന്നെ ശികേച്ചിയുണ്ട്, സനയുണ്ട്, പ്രീതിയേച്ചിയുണ്ട്, പിന്നെ സാൻവി പുറകിലുണ്ട് കേട്ടോ, പിന്നെ റിക്കൂട്ടനും ഞാനും. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. മെയ് 1-ാം തീയതി നമ്മൾ പോയതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിലോ വർത്താനെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെന്താ, അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ആ ഫസ്റ്റ് കണ്ട ഷോട്ടില്ല, അത് എടുത്തത് ശിവുവേട്ടനാണ്. അപ്പം നമ്മളെ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോൻ്റെ അകത്ത് കുറച്ച് നല്ല ഭംഗിയുള്ള ഷോട്ടെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഫുള്ള് ശിവുവേട്ടൻ എടുത്തിട്ട് അയച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാന്ന്. നമ്മൾ ഏകദേശം ബീച്ചിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടൽ കാണുമ്പോൾ തന്നെ റിക്കൂട്ടനും സനയും സാൻബെല്ലാം കൂടിയിട്ട് അതാ കടൽ, അതാ തോണിയെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഓൺ വോയിസ് എന്തായാലും ഇതിലിടാൻ പറ്റില്ല, കാരണം നമുക്ക് കാറിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും, അതുകൊണ്ടാണ് ഇടാത്തത്. പക്ഷേ റിക്കൂട്ടൻ അതാ കടൽ എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇനി ഞാൻ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റിമൂവ് ചെയ്യാനൊന്നും ഇപ്പം സമയമില്ല, അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോട്ടെ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ കടലിൽ എത്തിയിട്ടുണ്ട്. കടൽ എന്ന് പറയുന്നത് ഏതാ സ്ഥലം എന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോൾ കണ്ണൂർ ധർമ്മടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. അപ്പം ധർമ്മടം തുരുത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു തുരുത്തെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് അതുവഴി അങ്ങോട്ട് കയറിയിട്ടില്ല, നേരെ പുറകിലേക്ക് കൂടി പോയിട്ട് കടലിലേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങുവാന്ന് കേട്ടാ ചെയ്തത്. അങ്ങനെ എന്താ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. സൂര്യൻ ഇങ്ങനെ ഒരു 4:30 സമയം ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പം തന്നെ എനിക്ക് കണ്ണിങ്ങനെ ഏച്ചീൻ്റെ കണ്ണ് കണ്ടില്ല, ഇതുപോലെ ചുളുങ്ങി വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് നമ്മൾ ഇറങ്ങിയത്. അടുത്ത കയറി വന്നേ അന്നി ഒതുക്കൂ ഫോണിൽ ഇരിക്കണ്ടത് കാണുന്നില്ല. കടലങ്ങ് കാണൽ റിക്കൂട്ടൻ ഓടി എൻ്റെ ഊരമ്മ കയറി കേട്ടോ. എന്നിട്ട് പറഞ്ഞു അമ്മ പൂജ എടുക്ക് അങ്ങനെ പിന്നെ റിക്കൂട്ടൻ കുറേ സമയം എൻ്റെ ഊരമ്മ തന്നെയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതോന്ന് താഴെ കീഴിലാണ്. ഭാഗ്യത്തിന് അവിടെ സൈഡിലൊരു മാരിയമ്മ തോണിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു റിക്കൂട്ടനോട് നീ അവിടെ ഇരുന്നോ എന്നാണ് ഞാൻ ഓനെ അതിൻ്റെ മുകളിൽ കയറ്റി എത്തിച്ചു കേട്ടോ. അങ്ങനെ റിക്കു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് സന്തോഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ തുരുത്ത് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുത്തു. ഞാൻ വെച്ച് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ എന്തായാലും പറ്റൂലെന്ന്, കാരണം റിക്കോർഡിനൊക്കെ തിരിക്കുമ്പം ഫോണും വെച്ചിട്ട് എന്തായാലും എടുക്കാനാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭാഗ്യത്തിന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ മോനെ എടുത്തിട്ട് ഓടുകയും ചെയ്തപ്പോൾ ആൾ ഉഷാറായി. പിന്നെ താഴെ ഇറങ്ങി കളിക്കുന്നുണ്ടായിന് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു PN എന്തായാലും എഴുതാണ്ടിരിക്കാൻ പറ്റുക. ഞാൻ ഇതിനെല്ലാം പണ്ടിപ്പം എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കാൻ വരുന്ന സമയത്ത് അധികം കോളേജിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കാറില്ല. അപ്പം നമ്മൾ അധികം കടലിലേക്ക് പോകും കേട്ടോ. അധികവും നമ്മൾ പോലുണ്ടായിരുന്നത് മാഹി ബീച്ചിലാണ്. അപ്പം ഇതിനുണ്ട ചിത്രമെല്ലാം വരയ്ക്കുന്നതുകൊണ്ട് ഒരു കൊള്ളി എടുക്കും, എന്നിട്ട് ഇതുപോലെ നല്ല ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ വരക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് PN എഴുതും, പിന്നെ ഇത് മായ്ക്കും, പിന്നെ തിരേൻ്റെ കുറച്ച് അങ്ങോട്ട് പറ്റിയത് അങ്ങനെ തിര വന്ന് മായ്ക്കും. അങ്ങനെ എന്തെല്ലോ നമ്മൾ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാലിനെ കൊണ്ട് വരച്ചപ്പോൾ റിക്കൂട്ടൻ കൈനെ കൊണ്ട് വരയ്ക്കുന്നുണ്ട്. മെയിനായിട്ട് റിക്കൂട്ടൻ കടലിൽ എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷവും സമാധാനമായി കേട്ടോ. ഇവരെ ചിരി കാണാൻ വിട്ടാണല്ലോ നമ്മളും വരുന്നത്. എല്ലാ വീഡിയോയിലും ഇങ്ങനെ നിന്നിടം പറയണ്ടെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ എൻ്റെ വായിന്ന് അതങ്ങനെ ആ ഒരു സന്ദർഭം വരുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ അങ്ങ് വന്നു പോകുന്നതാണ് കേട്ടോ. ഒക്കെ അങ്ങനെ റെക്കോർഡുണ്ട് നല്ലതുപോലെ. നമ്മളെ കടലിലെത്തിയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് തിരേൻ്റെ അടുത്തേക്ക് പോകും, പിന്നെ കുറച്ച് പുറകിലേക്ക് വന്നിട്ട് തീരത്തേക്ക് പോകും. അങ്ങനെ ഇവൻ്റെ പിന്നാലെ ഓടൽ തന്നെയായിരുന്നു എൻ്റെ മെയിൻ പണി കേട്ടോ.
അതും വെള്ളം ഇതിലെ കൂടി നടക്ക്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ റിക്കോ. ഇങ്ങോട്ട് നോക്ക്, ഇവിടെയല്ലേ കടലുള്ള, അങ്ങ് നോക്കിയാ. റിക്കുൻ്റെ സൗണ്ട് വന്നുകൊണ്ട് കമൻറ്റ് ബോക്സ് ഓഫ് ആവുമെന്ന് അറിയില്ല. പിന്നെ ഇടയ്ക്ക് കൊഞ്ചൽ വർത്താനം നിങ്ങൾക്കും കേൾക്കണമല്ലോ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പം ഇവിടുത്തെ ഈ പുഴയിലുള്ള ഈ ഷെല്ലുകളെല്ലാം എന്ന് വെച്ചാൽ ഇങ്ങനെ താണിട്ടല്ലേ ഉണ്ടാവുക പുഴയിലേക്ക്. അതുകൊണ്ട് നമുക്കങ്ങനെ കാലിന് തറയ്ക്കൂല. അപ്പുറത്ത് ആ പൊടിമണ്ണിലാകുമ്പോൾ അത് കാലിന് തറയ്ക്കൂല. അതാണ് ഞാൻ അവനോട് അങ്ങോട്ടേക്ക് അധികം പോണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ നടക്കുന്നുണ്ട്. ചെറിയ റീൽസിലും ഷോർട്സിലും ഇടാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസെല്ലാം എടുത്ത് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അങ്ങനെ റിക്കോർഡിനെ അവിടുത്തെ തോണീൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിപ്പിച്ച് റിക്കോർഡിന് അങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓൻ പറഞ്ഞു അതിൻ്റെ താഴേക്ക് ഇറങ്ങണം. അങ്ങനെ താഴേക്ക് ഇറങ്ങി. എന്നിട്ട് ഞാൻ റിക്കോർഡിന് കാണിച്ചു കൊടുത്തിട്ടാ. ഞാനോട് ചോദിച്ചു എനിക്കിതെന്താണെന്നറിയാം, ഇതാണ് പങ്കായം, ഇതിനെ കൊണ്ടാണ് തോണി തൊഴിയുക, കടലിൽ പോകുക എന്നുള്ള വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേട്ടാ. അങ്ങനെ റിക്കോർഡൻ കാഴ്ചയെല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. സാൻബി സനയും നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനപ്പം വലിയൊരു തിര വരുന്ന കണ്ടപ്പം ഏച്ചി രണ്ടാളി ഓടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറ്റി വന്നു കേട്ടോ. സനേൻ്റെ കൈ പിടിച്ചിട്ട് തന്നെ നിൽക്കുമായിരുന്നു ഏച്ചി. അങ്ങോട്ടേക്ക് പോകുന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. പണ്ട് ഞാനും നിതിനാട്ടനും ഏച്ചിയും ഏട്ടനും എല്ലാവരും കൂടി ഇതുപോലെ മാഹിയിൽ പോയ സമയത്ത് സനൈ വെള്ളത്തിലേക്ക് ഒരൊറ്റ വീഴല്ലേ, എന്നിട്ട് സുനിത്താട്ടൻ ഓടിപ്പോയി പിടിക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടിയും ഓൻ്റെ കളി അങ്ങനത്തതും ആയതുകൊണ്ട് ഏച്ചി കൈ മുറുക്ക പിടിച്ചിട്ടാണ് ഉണ്ടായത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും റിക്കോർഡിനും കുറച്ച് ഓടി, നടന്ന് മതിയായപ്പോൾ നമ്മളങ്ങ് ഓടി കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഈ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ മീൻസ് നേരെ ഇങ്ങനെ അടിക്കുന്ന പോലെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് പറയാനറിയില്ല. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കണ്ണിങ്ങനെ എന്താ കണ്ണുമല്ല തലയും അല്ലാത്ത പോലത്തെ ഒരു വേദന വന്ന്. അങ്ങനെ കുറച്ച് സമയം ശികേച്ചിൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് വെച്ച്. അന്നേരം നല്ല സുഖമുണ്ട് കേട്ടോ. കണ്ണ് നമുക്ക് തുറക്കുമ്പം തന്നെ ആ ഒരു ഫീല് കിട്ടും. എന്താ പരിപാടി? എന്താ പരിപാടി?
പിന്നെ നമ്മളെ സാൻവിക്ക് കടലിൽ നിന്ന് നല്ലൊരു ഇതുപോലത്തെ ഷെല്ല് കിട്ടിയിട്ടുണ്ട്. അതിന് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വന്നിട്ട് കാണിച്ചു തന്നു. പിന്നെ ശിഖേച്ചി ഇവിടെ ഒരു നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടില്ല എന്ന് കേട്ടോ. റിക്കൂട്ടനെ തോണീൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ പീസ്ഫുള്ളായിട്ട് പുറത്ത് നിന്ന് അങ്ങനെ പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ എല്ലാം തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സമയത്ത് നല്ല വൈബായിരുന്നു. അവിടെ സൂര്യൻ ഇങ്ങനെ താഴാൻ പോവുകയായിരുന്നു. പിന്നെ നമ്മളത് ഫുള്ളായി താഴ്ന്നു വരെ നമ്മളവിടെ നിന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളെല്ലാവരും വീഡിയോ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തു തന്നതെല്ലാം ശിവുവേട്ടനാണ് കേട്ടോ. റിക്കൂട്ടൻ പിന്നെ ഫുള്ള് റെസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ഒന്നാടുന്ന് എടുത്തൊരു കൊള്ളിക്കഷ്ണമില്ലേ അതും എടുത്ത് കൊണ്ടുപോയിട്ട് നല്ല സ്വസ്ഥമായിരുന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കുഞ്ഞി കുത്തി ഇതുപോലെ കുഞ്ഞു തുളകളാക്കി വെക്കുകയാണ് കേട്ടോ ആൾ ചെയ്യുന്നത്. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം ചിരി വന്നില്ല. എല്ലാവരും വെള്ളത്തിലിറങ്ങിയിട്ട് അങ്ങനെ ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ റിക്കൂട്ടനാണ് ഒരു കൊള്ളിയും കുത്തിയിരിക്കുന്നുണ്ടായി കേട്ടോ. അങ്ങനെ നമ്മളേച്ചിയും ശിവുവേട്ടനവിടെ തോണിലിരിക്കുന്നുണ്ട്. ഏച്ചി സാൻവിനെയും സനിനെയും നോക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നു, റിക്കൂട്ടനെ നോക്കുന്നു. ശിഖേച്ചാണെങ്കിൽ ആ ഒരു നമ്മളെ സൂര്യൻ്റെ അടുത്ത് നിന്നൊരു വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ശിഖേച്ചിൻ്റെ ഞാൻ എന്തെല്ലോ വീഡിയോ എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്നോട് പറയുന്നുണ്ട് നീ എടുത്ത പക്ഷെ അതിലിടണ്ടാന്ന്. അപ്പം നമ്മൾ പിന്നെ പറഞ്ഞാൽ എന്തായാലും അതുപോലെ തന്നെ ചെയ്യുമല്ലോ. അങ്ങനെ ശിഖേച്ചി ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന നോക്കി നമ്മൾ ചിരിച്ച് പണിയൊരുങ്ങാന്ന് കേട്ടോ. നമ്മളെ സാൻവി ആണെങ്കിൽ നമ്മളെ ഏഷ്യാൻ്റെയും ശിവുവേട്ടൻ്റെയും പിന്നാലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ശിഖേച്ചിനോട് അന്നേരേ പറഞ്ഞതാണ് ഞാനിതെല്ലാം യൂട്യൂബിലിടും കേട്ടാന്ന്. അപ്പം മിക്കവാറും ഈ വീഡിയോ ഔട്ടായി കഴിഞ്ഞാൽ എനിക്കൊരു സദ്യ കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇവർ രണ്ടാളും ഇവിടെ നല്ല കാര്യമായ പണിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരത്തെ ഇറങ്ങി നടന്ന് നമ്മൾ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോവാന്ന്. അപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്തുനിന്ന് കുറേ ആളിങ്ങനെ ഫുട്ബോളെല്ലാം കളിക്കുന്നുണ്ട്. അതിന് പിന്നെ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടിയെല്ലാം നമുക്ക് നല്ല നല്ല ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ സേവ് ദ ഡേറ്റും പിന്നെ പോസ്റ്റ് വെഡ്ഡിങ്ങും പ്രീ വെഡ്ഡിങ്ങും എല്ലാം ഇവിടുന്ന് എടുക്കലുണ്ട്. അപ്പം നമ്മളത് എടുത്തിട്ടുണ്ടായത് വിസ്മയെന്നത് പറശ്ശിനിക്കടന്ന്. ഇത് എൻ്റെ ഏച്ചീൻ്റെതും ഏട്ടൻ്റെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ. നല്ല വീഡിയോ എല്ലായിരുന്നു. ഓക്കെ, അപ്പം നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാന്നേ. അപ്പോൾ രണ്ട് സൈഡിലും റോഡിൻ്റെ വണ്ടിയെല്ലാം വെച്ചിട്ടാണുള്ളത്. അത് രണ്ട് പോലത്തെ ഒരു വണ്ടിയും കണ്ടു അവിടെ, നമ്മൾ സ്വിഫ്റ്റ്. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോവാന്ന്. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്റ്റില്ല കേട്ടോ. അതിൻ്റെ തലേന്ന് നല്ല മഴയുണ്ടായിന്. പിന്നെ നമ്മൾ പോയന്ന് നല്ല മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നല്ല സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റി.
അങ്ങനെ ഇതാ നമ്മൾ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. അപ്പോൾ റിക്കൂട്ടൻ പുറത്തെ കാഴ്ചകളെല്ലാം നോക്കിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുവാന്ന് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ബൈപ്പാസ് റോഡ് വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല സ്പീഡ് നല്ല സുഖമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ അങ്ങനെ വണ്ടി ഓടിക്കുന്നിട്ട് റിക്കൂട്ടം പുറകിൻ്റെ കൈയെല്ലാം കൊണ്ടെല്ലാക്കിയിട്ട് ബ്രൂം ബ്രൂം എന്നെല്ലാക്കിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. റിക്കോനും വണ്ടി ഓടിക്കലെന്ന് പറഞ്ഞാൽ എന്തോ ജീവനാണ്. ഇതിനെ പോലെ തന്നെ അച്ഛൻ അവിടുന്ന് നമ്മൾ അങ്ങനെ ചുഴലിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തുണ്ടെങ്കിൽ അധികം ഇവൻ വണ്ടി ഓടിക്കുന്നതാണ് നോക്കി നിൽക്കുക. പിന്നെ ഇതുപോലെ പുറത്തും ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാന്നേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വരുന്ന വഴിക്ക് നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു ശിവേട്ടൻ. അപ്പം അത് അവിടുന്ന് ഊരി വെക്കുവാന്ന്. പിന്നെ ഞാൻ മേച്ചൊന്നും കഴിച്ചിട്ടില്ല, ഇവരെല്ലാവരും ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ചുരിദാർ മെറ്റീരിയൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, ഓർഡർ ചെയ്തോളാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.